ഹായ് ഫ്രണ്ട്സ്, എഡ്യൂപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2024 PSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ വ്യക്തിയാണ് PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ വ്യക്തിയാണ് PK വീരമണിദാസൻ. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി, കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാണ് കാസർഗോഡ്. അടുത്തത്, ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായൺ. SL നാരായണനാണ് ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരം. 42ാം റാങ്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഫിഡെ ലോക റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. അടുത്തത്, 2024 ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ വേദി മഹാജൻ. രാജസ്ഥാനിലെ മഹാജനാണ് വേദി. ഈ സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. ഡെസേർട്ട് സൈക്ലോൺ. 2024 ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ വേദി രാജസ്ഥാനിലെ മഹാജനാണ്. ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര്. അടുത്തിടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങിക്കുന്നതിന് താൽക്കാലികമായ വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നത് താൽക്കാലികമായി വിലക്കിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. പുരുഷ ടെന്നീസിൽ 1ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അടുത്തിടെ SBIയെ പിന്തള്ളി വിപണി മൂല്യത്തിൽ രാജ്യത്ത് 1ാമതെത്തിയ പൊതുമേഖലാ സ്ഥാപനമാണ് LIC. അതുവരെ വിപണി മൂല്യത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തിരുന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തിടെയാണ് SBIയെ പിന്തള്ളിക്കൊണ്ട് വിപണി മൂല്യത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്ത് LIC എത്തുന്നത്. കൂച്ച് ബിഹാർ ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് പ്രാകർ ചതുർവേദി. പ്രാകർ ചതുർവേദി. കൂച്ച് ബിഹാർ ക്രിക്കറ്റ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് പ്രാകർ ചതുർവേദി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാൻ. 2024 കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അസർബൈജാൻ. നെക്സ്റ്റ് വൺ, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിതയാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 5ാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുന്നത്. തായ്വാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവ് DPP നേതാവാണ് ലായ് ചിങ് തെ. ലായ് ചിങ് തെ. തായ്വാൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവാണ് ലായ് ചിങ് തെ. അടുത്തിടെ അന്തരിച്ച കളിക്കാരനായും പരിശീലകനായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ ആദ്യത്തെ താരമാണ് മാരിയോ സഗാലോ. മാരിയോ സഗാലോ. ഈ അടുത്ത കാലത്ത് അന്തരിച്ച കളിക്കാരനായിട്ടും പരിശീലകനായും ഫുട്ബോൾ ലോകകപ്പ് നേടിയ ആദ്യ താരമാണ് മാരിയോ സഗാലോ. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യ താരമാണ് ടീം സൗത്തി. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യത്തെ താരമാണ് ടീം സൗത്തി. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം
ഓപ്പൺ ഹൈമർ. മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ. മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തി ക്രിസ്റ്റഫർ നോളനാണ്. മികച്ച സംവിധായകനുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ക്രിസ്റ്റഫർ നോളൻ. സിനിമ ഓപ്പൺ ഹൈമറാണ്. അതുപോലെ മികച്ച നടനുള്ള ഈ വർഷത്തെ 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് കിലിയൻ മർഫി. സിനിമ ഓപ്പൺ ഹൈമർ തന്നെയാണ്. മികച്ച നടനുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരമാണ് കിലിയൻ മർഫി. ഓപ്പൺ ഹൈമറാണ് സിനിമ. മികച്ച നടിക്കുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം ലില്ലി ഗ്ലാഡ്സ്റ്റൺ ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത്. സിനിമ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന സിനിമയ്ക്കാണ് മികച്ച നടിക്കുള്ള 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. നടി ലില്ലി ഗ്ലാഡ്സ്റ്റൺ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്ര വനിതയാണ് ലില്ലി ഗ്ലാഡ്സ്റ്റൺ. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഗോത്ര വനിതയാണ് ലില്ലി ഗ്ലാഡ്സ്റ്റൺ. ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ യൂണിവേഴ്സിറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് അടൽ സേതു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലത്തിൻ്റെ പേരാണ് അടൽ സേതു. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികം ആചരിക്കുന്നത് 2024 ജനുവരിയിലാണ്. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാളത്തിൻ്റെ മഹാകവിയാണ് കുമാരനാശാൻ. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 2023 ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് PN ഗോപികൃഷ്ണൻ. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ വ്യക്തി PN ഗോപികൃഷ്ണനാണ്. 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരനാണ് PN ഗോപികൃഷ്ണൻ. ഈ പുരസ്കാരം നേടാൻ അദ്ദേഹത്തിനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. PN ഗോപികൃഷ്ണൻ്റെ കവിതാ സമാഹാരമാണ് കവിത മാംസഭോജിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്